ഹായ് ഹലോ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് എനിക്ക് വീക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട് വരെ ഒന്ന് വന്നേക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരാഴ്ചയായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ അമ്മയുടെ വീടിൻ്റെ സ്ഥലം. അതായത് ഏകദേശം കുമാരനെല്ലൂർ, കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ നട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മ ജനിച്ചത്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഈ ഒരു വീടാണ് പണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന വീട്. അവിടെയാണ് എൻ്റെ അമ്മയൊക്കെ ജനിച്ചത്. ഇത് ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്ന വീട് ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുമാണ്. ചെറിയൊരു റിനോവേഷനൊക്കെ ചെയ്ത് ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുമാണ്. ഈ പുറകിൽ കാണുന്ന വീടാണ് എൻ്റെ അമ്മയുടെ ചേച്ചി, അതായത് ആ തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന പേരമ്മ. ഇപ്പം ഇവിടെ പേരമ്മ ഇപ്പോൾ താമസിക്കുന്നില്ല. ഇതിപ്പം ഒരു വാടകക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പുതിയ വീട് വെച്ചേക്കുന്നത്. അപ്പോൾ ആ വീട്ടിലാണ് ഇപ്പം നിലവിൽ പേരമ്മയുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ജാതിയാണ്. പണ്ട് വരുമ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് ജാതിക്ക ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ വരുമ്പം കഴിക്കാനാണ്. കാരണം ഏറ്റവും കൂടുതൽ ജാതിയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ വന്നു. ഇത് അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഇതാണ് എൻ്റെ പേരമ്മ. ഇതെൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. പേരമ്മയുടെ പേര് പറഞ്ഞു. രത്നമ്മ ആണോ? എൻ്റെ പേര് ഇപ്പം ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് പുതിയ വീടാണ്. അപ്പോൾ പേരമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ദേ മൂത്തയാള് ആരാ പറഞ്ഞോ? ഇത് ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയാണ്. എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇത് ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ കാര്യം പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്, പിന്നെ മോള് ഇവിടെ ഇല്ല, പുറത്താണ്. ഇത് 2ാമത്തെ മോളാണ്. ഞാൻ അന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ പറഞ്ഞത് ഈ ചേച്ചിയുടെ മോളുടെ കാര്യമാണ്. പറഞ്ഞോ, പേര് പറഞ്ഞോ. എൻ്റെ പേര് കവിത. ഞാൻ കുമാരനെല്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. മോള് ബാംഗ്ലൂർ. ഓക്കെ. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിലോ 7 വയസ്സിന്റെ വ്യത്യാസം. 7 വയസ്സിന്റെ വ്യത്യാസം. ഓക്കെ. നിങ്ങൾ മൊത്തം എത്ര പേരായിരുന്നു? 6 പേര്. ഇപ്പം 4 പേരുണ്ട്. ഒരാണും ഒരു പെണ്ണും അല്ലെ, അനിയത്തിയും മരിച്ചുപോയി. അപ്പോൾ മൂത്തത് ഞാനാണ്. ഇനി ബാക്കി എല്ലാവരും വഴിയെ കാണിക്കാം. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. പേരമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? 10 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അച്ഛൻ എനിക്ക് 20 വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു. ഇവർക്കൊക്കെ അപ്പൊ ചെറുതായിരുന്നു അല്ലേ? നിനക്ക് 10 വയസ്സ്. അമ്മ മരിക്കുമ്പോ 10 വയസ്സൊന്നുമില്ല, 2.5 വയസ്സേ ഉള്ളൂ.